കഥയാരംഭിക്കുന്നത് എറണാകുളത്ത് പെയിന്ററായി ജോലി നോക്കുന്ന സത്പ്രിയനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കൂലിത്തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ മറ്റ് കൂട്ടുകാർക്കൊപ്പമായിരുന്നു സത്പ്രിയന്റെ താമസം. പതിവ് പോലെ രാത്രിയിലെ മദ്യസത്കാരവും പാട്ടുമൊക്കെ കഴിഞ്ഞ് പുലർച്ചെ തന്നെ സത്പ്രിയൻ ഉണർന്നിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് സത്പ്രിയന്റെ ഫോണിൽ കോൾ വന്ന് കിടക്കുന്നത് സത്പ്രിയൻ കാണുന്നത്. ഒരു സാധാരണ മൊബൈലാണ് സത്പ്രിയന്റേത്. സത്പ്രിയനെ വിളിച്ചിരുന്നത് സഹോദരിയായിരുന്നു. സത്പ്രിയൻ തിരിച്ചു വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. പുലർച്ചത്തെ വണ്ടിയിൽ തന്നെ താൻ കയറിപ്പോന്നോളാം എന്ന് സത്പ്രിയൻ പറഞ്ഞപ്പോ, വേണ്ട ചേട്ടായി, വീട്ടിലെ പൈസയൊന്നുമില്ല, ചേട്ടായി കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് വന്നാ മതി എന്നായിരുന്നു സഹോദരി പറഞ്ഞത്. സത്പ്രിയൻ ഉടൻ പരിചയക്കാരെ മുഴുവൻ വിളിച്ച് കടം ചോദിക്കാൻ തുടങ്ങി. 25,000 രൂപയാണ് സത്പ്രിയൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളായിരുന്നു. അപ്പോഴാണ് സത്പ്രിയൻ വിളിച്ചിട്ട് കിട്ടാതിരുന്ന സോജൻ എന്ന സുഹൃത്ത് തിരികെ വിളിക്കുന്നത്. സോജനടുക്കൽ സത്പ്രിയൻ കാര്യം പറഞ്ഞ് 25,000 രൂപ കടം ചോദിച്ചെങ്കിലും സോജനും ഒഴിവ് കഴിവുകൾ പറയുകയായിരുന്നു. സത്പ്രിയൻ നുണ പറയുകയാണ് എന്നൊക്കെ സോജൻ പറഞ്ഞു. സോജന്റെ സംസാരത്തിൽ മുഴുവൻ സത്പ്രിയനോടുള്ള പുച്ഛവും പരിഹാസവും നിറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ സത്പ്രിയന് പണം ആവശ്യമാണ്. അതുകൊണ്ട് അവൻ സോജനോട് അപേക്ഷിച്ചു. അമ്മ ആശുപത്രിയിൽ കിടക്കുന്നത് നുണ പറയുകയല്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ 100ക്ക് 10 വെച്ച് പലിശ കൊടുക്കാമെങ്കിൽ നാളെ പൈസ അറേഞ്ച് ചെയ്തു തരാം എന്ന് സോജൻ പറയുകയാണ്. ഒരു ചെക്കും കൊണ്ടുവരണം എന്ന് സത്പ്രിയനോട് സോജൻ ആവശ്യപ്പെട്ടിരുന്നു. അതൊക്കെയാണ്. പിറ്റേന്ന് പുലർച്ചെ വൈറ്റിലേക്ക് എത്തുവാനും സോജൻ സത്പ്രിയനെ അറിയിച്ചു. പുലർച്ചെ തന്നെ ചെക്കുമെടുത്ത് സത്പ്രിയൻ വൈറ്റിലേക്ക് പുറപ്പെട്ടു. കയ്യിലാണെങ്കിൽ വണ്ടിക്കാശൊഴികെ 10ന്റെ പൈസയില്ല. ഇതേ സമയമാണ് മെട്രോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസ് എന്ന യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നത്. മെട്രോയിൽ ഇരുന്ന് ആളാരും കാണാതെ മദ്യപിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആളൊരു എക്സ്ട്രോവേർട്ടാണ് എന്നൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും. മൊത്തത്തിലൊരു ധാരാളിത്തമുണ്ട്. പക്ഷേ സംഭവം മെട്രോയിലെ ഒരു സ്ത്രീ റിപ്പോർട്ട് ചെയ്തു. അതോടെ പ്രിൻസിനെ പിടിച്ച് മെട്രോ പോലീസുകാരുടെ മുമ്പിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകൾ എത്തിക്കുകയാണ്. ആളുമാറിപ്പോയതാ സാറേ എന്ന മട്ടിലൊക്കെ പ്രിൻസ് ഒരു കൂസലുമില്ലാതെ പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ ആർക്കോ പ്രിൻസ് ഫോൺ ചെയ്തു. അത് പോലീസുകാർക്കും കൊടുത്തു. പവറിലുള്ള ആളാണ് എന്ന് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അതോടെ അവർ പ്രിൻസിനെ വിടുകയാണ്. പ്രിൻസും കൂളായി പോലീസുകാരോട് സംസാരിച്ച് അവിടെ നിന്ന് പോന്നു. യാത്ര ചെയ്ത പ്രിൻസ് എത്തുന്നത് വൈറ്റില ഹബ്ബിലേക്കാണ്. സത്പ്രിയനും വൈറ്റില ഹബ്ബിലേക്ക് എത്തിയിരുന്നു. മൊത്തത്തിൽ ജോളിയടിച്ചാണ് പ്രിൻസിന്റെ നടപ്പ്. വെറുതെ ഒരു സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യൻ. അതേ സ്റ്റാൻഡിൽ തന്നെ അമ്മയുടെ കാര്യമോർത്ത് പണം കിട്ടുമോ എന്ന ടെൻഷനിൽ സത്പ്രിയനും ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സത്പ്രിയന് സോജന്റെ കോൾ വന്നു. എന്താ സോജ ഫോൺ എടുക്കാത്തെ? വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, നീ എവിടെയാ എന്ന് സത്പ്രിയൻ തിരക്കി. രാവിലെ മേഡത്തിനൊരു ഓട്ടം വന്നെന്നും താൻ തൃശൂർക്ക് വന്നിരിക്കുകയാണെന്നും ഇത്തിരി വൈകും തിരിച്ചു വരാൻ എന്നും സോജൻ പറയുകയാണ്. തിരിച്ചു വരാൻ 3-4 മണിക്കൂർ എടുക്കുമെന്നും അതുവരേക്കും ഒരു ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാനും സോജൻ പറഞ്ഞു. പിന്നാലെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. വിളിച്ചാ ഫോൺ എടുക്കണേടാ എന്ന് സത്പ്രിയൻ പറയുന്നതിന് മുമ്പ് കോൾ കട്ടായിരുന്നു. സത്പ്രിയൻ അടുത്തുള്ള ചായക്കടയിലേക്ക് നോക്കി. ചായയും കടിയുമൊക്കെയുണ്ട്. വല്ലാതെ വിശക്കുന്നുമുണ്ട്. പക്ഷെ പോക്കറ്റിൽ പണമില്ല. അതോടെ ആ ആഗ്രഹം സത്പ്രിയൻ ഉപേക്ഷിച്ചു. ഇതേസമയം പ്രിൻസ് ആകട്ടെ വേറൊരാളുടെ അടുത്ത് ചെന്ന് അയാൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. കോട്ടയത്തേക്കാണെന്ന് പറഞ്ഞതും എങ്കിൽ ഞാനും വരാം, നമുക്ക് അവിടുത്തെ ഷാപ്പിൽ കയറി നല്ല ഫുഡൊക്കെ അടിക്കാം, എന്റെ ട്രീറ്റാണ്, എന്റെ പൈസ ഉണ്ട് എന്നൊക്കെ പ്രിൻസ് പറയുവാണ്. ഇവനെന്തോ ഭ്രാന്താണ് എന്ന മട്ടിലായിരുന്നു അയാൾ നോക്കിയത്. അയാളും പ്രിൻസിനെ അടുത്തുനിന്ന് ഓടിച്ചു. പ്രിൻസ് അങ്ങനെ സത്പ്രിയൻ അടുത്തു വന്നിരിക്കുകയാണ്. ഇരുന്നപാടെ പിന്നിലിരുന്ന കമിതാക്കളോട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ പ്രിൻസ് അങ്ങ് സംസാരിച്ചു. ഒരു പരിപൂർണ എക്സ്ട്രോവേർട്ട്, ആരോടും ഇടിച്ചു കയറി സംസാരിക്കും. ഇതിനിടയിൽ സത്പ്രിയനോടും ടീനേജ് പ്രണയത്തെ പറ്റിയൊക്കെ പ്രിൻസ് അങ്ങ് വെറുതെ പറയുന്നുണ്ട്. ആ സമയം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു ചേച്ചി ആ ഭാഗത്തേക്ക് വന്നിരുന്നു. കൃത്യസമയം പ്രിൻസിന് വീട്ടിൽ നിന്ന് കോളും വന്നു. പ്രിൻസ് എവിടെയാ? അവനെങ്ങോട്ടാ പോകുന്നത്? നിന്നെ മെട്രോന്ന് പോലീസ് പിടിച്ചെന്നും പറഞ്ഞ് ഷെയ്നെ വിളിച്ചല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു പ്രിൻസിന്റെ അച്ഛൻ വിളിച്ചിരുന്നത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഒഴുക്കം മട്ടി പ്രിൻസ് മറുപടി പറഞ്ഞു. നീ എങ്ങോട്ടാ പോണേ? കഴിഞ്ഞവണ പോയിട്ട് 8 ദിവസം കഴിഞ്ഞല്ലേ വന്നേ. നിന്നെ ഓർത്ത് വിഷമിക്കുന്ന 3-4 ആത്മാക്കൾ ഈ വീട്ടിലുണ്ട്. അപ്പച്ചൻ തന്റെ ദേഷ്യവും വിഷമവും പ്രിൻസിനോട് പറയുന്നുണ്ടായിരുന്നു. പ്രിൻസിനും ദേഷ്യം വന്നു. ഞാൻ അമ്മച്ചിനോട് പറഞ്ഞിട്ടല്ലേ പോന്നെ, അപ്പച്ചൻ ഇതിനെ ദേഷ്യപ്പെടുന്നേ എന്ന് മട്ടി പ്രിൻസും തിരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചേച്ചി ഒരു ടിക്കറ്റ് വാങ്ങുന്ന ചോദിച്ച് പ്രിൻസിനടുത്തുണ്ടായിരുന്നു. ആ ദേഷ്യത്തിൽ പ്രിൻസ് ആ ചേച്ചിയോടും സംസാരിച്ചു. പെട്ടെന്നത് തിരിച്ചറിഞ്ഞ പ്രിൻസ് കോൾ കട്ട് ചെയ്തു. ആ പാവം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചേച്ചി സുഖമില്ലാത്ത സ്ത്രീയാണെന്നും ഇതിന്ന് കിട്ടിയിട്ട് വേണം എന്തേലും ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും പ്രിൻസിന് അവരോട് സഹതാപം തോന്നി. അവരുടെ ലോട്ടറി ടിക്കറ്റ് മുഴുവൻ പ്രിൻസ് തന്റെ കയ്യിലെ പണം അങ്ങനെ തന്നെ എടുത്തുകൊടുത്ത് മുഴുവനായും വന്ന് വാങ്ങുകയാണ്. ഇതൊക്കെ സത്പ്രിയൻ നോക്കിക്കാണുന്നുമുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി അത്രയധികം ആഗ്രഹിച്ച് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി, മറുവശത്ത് പണം വാരിയെറിയുന്ന മറ്റൊരു വ്യക്തി. ലോട്ടറി ടിക്കറ്റുകാരിയെ പറഞ്ഞുവിട്ടതും പ്രിൻസ് അങ്ങനെ വീണ്ടും സത്പ്രിയന്റെ അടുത്തെത്തി. പ്രിൻസ് വരുന്ന കണ്ടതും സത്പ്രിയൻ കണ്ണടച്ച് ഉറക്കം ഭാവിച്ചിരുന്നു. ബോസേ എന്ന് വിളിച്ച് സത്പ്രിയനെ വിളിച്ചെഴുന്നേപ്പിച്ച്
പ്രിൻസ് ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. വേണമെന്നുണ്ടായിരുന്നെങ്കിലും സത്പ്രിയൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രിൻസ് തന്റെ സംസാരം കൊണ്ട് സത്പ്രിയനെ സന്തോഷിപ്പിച്ച് നിർബന്ധിച്ച് ചായ കുടിക്കാൻ കൊണ്ടുപോവുകയാണ്. വാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ചായ വാങ്ങിക്കൊടുത്തു. കൂട്ടത്തിൽ ഒരു കടിയും. മൊത്തം 50 രൂപ. കയ്യിൽ വസ്തുക്കൾ ഉള്ളതുകൊണ്ട് സത്പ്രിയനോട് തന്നെ പേഴ്സെടുത്ത് പണം കൊടുക്കാൻ പ്രിൻസ് പറഞ്ഞു. സത്പ്രിയൻ പ്രിൻസിന്റെ പേഴ്സെടുത്ത് അത് തുറന്ന് പണം കൊടുക്കാൻ നോക്കിയതും അത് മുഴുവൻ പണമായിരുന്നു. ഒരു 500 നോട്ട് സത്പ്രിയൻ കടക്കാരന് കൊടുത്തു. ബാക്കി 450ന്റെ കാര്യം അയാൾ പറഞ്ഞപ്പോ അത് അയാളോട് വെച്ചോ എന്ന ഭാവത്തിലായിരുന്നു പ്രിൻസ് പെരുമാറിയത്. സത്പ്രിയന് വല്ലാത്ത അതിശയം തോന്നി. 450 സത്പ്രിയന് വലിയ തുകയാണ്. പ്രിൻസിനാണെങ്കിൽ പണം ചിലവാക്കാനുള്ളതല്ലേ എന്ന ഭാവമായിരുന്നു. അതിനെപ്പറ്റി സത്പ്രിയൻ ചോദിച്ചപ്പോ 450 രൂപ അത് ചില്ലറയല്ലേ, അത് കുഴപ്പമില്ലാന്നേ എന്നായിരുന്നു പ്രിൻസ് പറഞ്ഞത്. കൂട്ടത്തി എന്റെ വീട്ടിൽ കുറെ കാശുണ്ടെന്നേ എന്നും പ്രിൻസ് കൂളായി പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ താൻ വെക്കുന്ന കൂളിംഗ് ഗ്ലാസിന് 60,000 രൂപ വിലയുണ്ടെന്നും ഇട്ടിരിക്കുന്ന ബെൽറ്റിന് 40,000 രൂപ വിലയുണ്ട് എന്നുമൊക്കെ പ്രിൻസ് സത്പ്രിയനോട് പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അതൊക്കെ സത്പ്രിയൻ കാണുന്നതും കേൾക്കുന്നതും പോലും. അതിന്റെ അതിശയം സത്പ്രിയന്റെ മുഖത്തുണ്ടായിരുന്നു. സത്പ്രിയന് വിശ്വാസം വരാത്ത കണ്ട് ബോസിന് ഇപ്പോഴും പിടികിട്ടിയില്ലേ എന്ന് ചോദിച്ച് തന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പ്രിൻസ് സത്പ്രിയന്റെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. ഇത് ബോസിനിരിക്കട്ടെ എന്നും പറഞ്ഞു. വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ അവൻ നോക്കിയെങ്കിലും പ്രിൻസ് നിർബന്ധിച്ചു കൊടുത്തു. ശേഷം അടിയോ സമീകോ വിട പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞ് അടുത്ത ബസ്സിൽ കയറാൻ പ്രിൻസ് പോയി. വല്ലാത്തൊരു വിചിത്രത സത്പ്രിയന് തോന്നിയിരുന്നു. സത്പ്രിയൻ മുമ്പോട്ട് നടക്കുമ്പോ പ്രിൻസ് അതാ പിന്നിൽ ഓടി വരുന്നു. ബോസെ നമുക്ക് ചെറുത് 2 അടിച്ചാലോ എന്ന മട്ടിലായി പ്രിൻസ്. പബ്ലിക്കായി എങ്ങനെ കുടിക്കും എന്ന് സത്പ്രിയൻ മടിയോടെ ചോദിച്ചതും അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞ് സത്പ്രിയൻ പ്രിൻസിനെയും കൂട്ടി നേരെ പോയത് ബസ് സ്റ്റാൻഡിലെ യൂറിനലിലേക്കാണ്. അകത്തെത്തിയതും ബാഗ് സത്പ്രിയനെ ഏൽപ്പിച്ച് പ്രിൻസ് മൂത്രമൊഴിക്കാൻ പോയി. ആ സമയം വീട്ടിൽ നിന്ന് പ്രിൻസിന് അമ്മയുടെ കോളും വന്നു. എവിടെയാ എന്താ എന്നൊക്കെ ചോദിച്ചായിരുന്നു കോൾ. താൻ കോഴിക്കോട് കൂട്ടുകാരന്റെ കല്യാണത്തിന് പോവാ എന്നൊക്കെ പ്രിൻസ് പറഞ്ഞെങ്കിലും അമ്മ കുത്തി ചോദിച്ചുകൊണ്ടിരുന്നു. പ്രിൻസ് ദേഷ്യപ്പെട്ട് ആ കോളും കട്ട് ചെയ്തു. തിരിച്ചെത്തിയ പ്രിൻസ് കൂടിയ മദ്യം ആ യൂറിനലിൽ വെച്ച് തന്നെ സത്പ്രിയനൊപ്പം കുടിക്കുകയാണ്. സത്പ്രിയന് കുറച്ച് മടിയുണ്ടായിരുന്നെങ്കിലും പ്രിൻസ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയായിരുന്നു. മദ്യക്കുപ്പി തിരികെ ബാഗിൽ വെക്കുമ്പോഴാണ് പ്രിൻസിന്റെ ബാഗിൽ ഒരു കെട്ട് പണമുള്ളത് സത്പ്രിയൻ കാണുന്നത്. പിന്നാലെ പ്രിൻസ് സത്പ്രിയനൊപ്പം പുറത്തേക്ക് വന്നു. എനിക്കൊരു കമ്പനി ഇല്ലാതിരിക്കുമായിരുന്നു, ഇപ്പോഴാ പറ്റിയൊരു കമ്പനിയായത് എന്ന മട്ടി സത്പ്രിയനെ ചേർത്ത് പിടിച്ച് പ്രിൻസ് പറയുന്നൊക്കെയുണ്ട്. ഇതിനിടയിൽ സെക്യൂരിറ്റികൾ ശ്രദ്ധിക്കോ, മദ്യപിച്ച് പുറത്തൂടെ നടന്ന് പ്രശ്നമാവോ എന്നൊക്കെയായിരുന്നു സത്പ്രിയന്റെ ഭയം. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രിൻസ് സത്പ്രിയനെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. റെസ്റ്റോറന്റിലിരിക്കുമ്പോഴും അവിടുത്തെ ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് കുടിക്കുവാൻ പ്രിൻസ് വെക്കുകയാണ്. അതൊക്കെ പിടിക്കപ്പെട്ട വലിയ പ്രശ്നമാകും എന്ന് സത്പ്രിയൻ ഭയന്നിരുന്നു. പക്ഷെ പ്രിൻസിനാണെങ്കിൽ ഒരു കൂസലുമില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കൂടിയും എനിക്ക് വിശപ്പില്ല, ഞാൻ കഴിച്ചതാ എന്ന് പറഞ്ഞ് സത്പ്രിയൻ പ്രിൻസിനടുത്ത് നിന്ന് പോരാൻ ശ്രമിച്ചു. പക്ഷേ പ്രിൻസ് സത്പ്രിയനെ സമാധാനിപ്പിച്ച് നിർബന്ധിച്ചിരുത്തുകയാണ്. ബോസിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ ബോസിന്റെ പ്രശ്നം എന്ന് പ്രിൻസ് ചോദിച്ചു. ചെറിയ പ്രശ്നമൊക്കെയുണ്ട് എന്ന് സത്പ്രിയൻ പറഞ്ഞു. പക്ഷെ പ്രശ്നം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഫുഡ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിന്റെ വിഷയം ഫുഡിലേക്ക് മാറി. അവർ ഫുഡ് കഴിച്ചു. പ്രിൻസ് ആണെങ്കിൽ സത്പ്രിയനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന മട്ടിലൊക്കെ സംസാരിച്ച് മോട്ടിവേഷൻ കോട്സ് ഒക്കെ പറഞ്ഞ് സത്പ്രിയനെ ഉപദേശിച്ചു. അതോടെ പ്രിൻസിനൊപ്പം സത്പ്രിയനും വീണ്ടും മദ്യപിച്ചു. ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ അവിടുത്തെ സഹായ പെട്ടിയിലേക്ക് പ്രിൻസ് കുറെ പണമിടുന്നുണ്ടായിരുന്നു. സത്പ്രിയൻ അതും നോക്കിക്കാണുന്നുണ്ട്. പ്രിൻസിന്റെ ബാഗും കോട്ടുമൊക്കെ സത്പ്രിയന്റെ പക്കലായിരുന്നു. അപ്പോഴാണ് സഹോദരി ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നത്. പൈസയുടെ കാര്യം എന്തായി എന്നൊക്കെ അന്വേഷിച്ചു. താൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് സത്പ്രിയൻ മറുപടി പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നമുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സഹോദരിയെ ആശ്വസിപ്പിക്കാനും സ്വയം ആശ്വസിക്കാനും സത്പ്രിയൻ ശ്രമിക്കുന്നുണ്ട്. പിന്നാലെ മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ പ്രിൻസ് പറഞ്ഞ അതേ മോട്ടിവേഷൻ വാക്കുകൾ സത്പ്രിയൻ സഹോദരിയോട് പറയാൻ ആരംഭിച്ചു. ഈ സമയം പുറത്തു വന്ന പ്രിൻസ് ആകട്ടെ തിരുവനന്തപുരം ബസ് കണ്ട് നേരെ തിരുവനന്തപുരം വിട്ടാലോ എന്ന് സത്പ്രിയനോട് ചോദിച്ചു. ഞാനില്ലെന്ന് പറഞ്ഞ് സത്പ്രിയൻ ഒഴിഞ്ഞു മാറി. ഞാനൊരു കുപ്പി വെള്ളം വാങ്ങി വരാം എന്ന് പറഞ്ഞ് പ്രിൻസ് പോയതും സത്പ്രിയൻ സോജനെ വിളിച്ച് താൻ ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് സോജൻ മേഡം തൃശൂരിന്ന് കോഴിക്കോടിന് പോണോന്ന് പറഞ്ഞു, താൻ വരാൻ വൈകുമെന്ന് സത്പ്രിയനോട് പറയുന്നത്. അതോടെ സത്പ്രിയൻ വല്ലാതായി. പൈസ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റോ എന്നൊക്കെ ചോദിച്ച് സത്പ്രിയൻ നിൽക്കുമ്പോഴേക്കും പ്രിൻസ് വന്ന് ബസ്സിൽ കയറിയിരുന്നു. ബോസെ വന്ന് കയറെന്ന് പറഞ്ഞ് പ്രിൻസ് സത്പ്രിയനെ വിളിച്ചു. ആ ഒരവസ്ഥയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സത്പ്രിയൻ ബസ്സിൽ കയറി പോവുകയാണ്. നീ അവിടെ കാത്തു നിൽക്ക്, ഞാൻ വരാമെന്നൊക്കെ സോജൻ സത്പ്രിയനോട് പറയുന്നുണ്ടായിരുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞതിൽ പിന്നെയാണ് സത്പ്രിയന് റിലേ വരുന്നത്. അപ്പോഴേക്കും ബസ് എടുത്തു കഴിഞ്ഞിരുന്നു. പ്രിൻസ് വീണ്ടും നമുക്ക് നേരെ ശംഖുമുഖത്തൊക്കെ പോയിട്ട് വരാം എന്ന് സത്പ്രിയനോട് പറഞ്ഞപ്പോ ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്, ഞാൻ ഇറങ്ങുക എന്ന് സത്പ്രിയൻ പറഞ്ഞു. പ്രിൻസ് അതോടെ കുറച്ച് ഇമോഷണലായി. ഓ, ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ
മനസ്സിലായില്ലേ എന്ന് മട്ടി പ്രിൻസ് പറഞ്ഞതും സത്പ്രിയന് വല്ലായ്മ തോന്നി. അങ്ങനെ പറഞ്ഞതല്ല എന്ന് സത്പ്രിയൻ പ്രിൻസിനോട് പറഞ്ഞു. പിന്നീട് വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് പറഞ്ഞ സത്പ്രിയൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴേക്കും പ്രിൻസ് വീണ്ടും സത്പ്രിയനെ പിന്നിൽ വന്ന് വിളിച്ചു. ബോസ് ശംഖുമുഖത്ത് പോയിട്ടുണ്ടോ? അസ്തമയം കണ്ട് ഓരോന്ന് അടിച്ചിട്ടുണ്ടോ? അത് കണ്ടിരുന്ന ബോസിന്റെ എല്ലാ പ്രശ്നവും തീരുന്നേ. ഇനി തീർന്നില്ലേ ഞാൻ തീർക്കും എന്ന് പ്രിൻസ് അങ്ങ് പറയുവാണ്. അത് കേട്ടതും സത്പ്രിയന് തന്റെ പണത്തിന്റെ പ്രശ്നം പ്രിൻസ് തീർക്കുമോ എന്ന തരത്തിലൊരു തോന്നലുണ്ടായി. പ്രിൻസിനൊപ്പം പോകുവാൻ സത്പ്രിയനും തീരുമാനിക്കുകയാണ്. സത്പ്രിയന്റെയും പ്രിൻസിന്റെയും ഒന്നിച്ചുള്ള യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. ബസ്സിലിരുന്ന് പ്രിൻസ് മദ്യപിക്കാൻ ശ്രമിച്ചപ്പോ ആദ്യം സത്പ്രിയൻ അത് തടയാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ബസ്സിൽ വേറൊരു പ്രശ്നവുമുണ്ടായി. എതിർവശത്തെ സീറ്റിലിരുന്ന പെൺകുട്ടി കുറെ നേരമായി സത്പ്രിയനെയും പ്രിൻസിനെയും നോക്കുന്നുണ്ടായിരുന്നു. സത്പ്രിയൻ അത് പ്രിൻസിനോട് പറഞ്ഞതും പ്രിൻസ് അയാളെ ശബ്ദമുണ്ടാക്കി വിളിച്ച് എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ആ പെൺകുട്ടിക്ക് അടുത്തിരുന്ന അമ്മ അത് വിഷയമാക്കി. അതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിയുടെ അച്ഛനും ആങ്ങളെയും അതിൽ ഇടപെട്ടു. സത്പ്രിയന്റെ മുഖത്തടിക്കുക പോലും ചെയ്തു. ഒരു തരത്തിൽ സത്പ്രിയൻ പ്രിൻസ് തന്നെ നോക്കി ചോദിച്ചതാ, അമ്മ തെറ്റിദ്ധരിച്ചതാ എന്നൊക്കെ പറഞ്ഞത് ഒതുക്കി തീർത്തു. പക്ഷേ സത്പ്രിയനാകെ വല്ലാതായിരുന്നു. കൂട്ടുകാരാ, നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ എനിക്കിനി ഒരു താല്പര്യവുമില്ല എന്ന് സത്പ്രിയൻ ആ ഒരു നിമിഷത്തിൽ പ്രിൻസിനോട് പറഞ്ഞു. ശേഷം ബസ്സിൽ നിന്ന് സത്പ്രിയൻ ഇറങ്ങാൻ പോയപ്പോ പ്രിൻസ് വന്ന് ബോസ് എന്നെ വിട്ട് പോവല്ലേ ബോസെ, ഇനി ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെ സത്പ്രിയനോട് അപേക്ഷിച്ചു. ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലേ ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് സത്പ്രിയൻ പറഞ്ഞപ്പോ പ്രിൻസ് അതിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ വീണ്ടും അവരുടെ യാത്ര തുടർന്നു. ഒരു ഘട്ടത്തിൽ ക്ഷീണിച്ച് പ്രിൻസ് സത്പ്രിയന്റെ മടിയിൽ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞതും പ്രിൻസിന്റെ ഫോൺ റിംഗ് ചെയ്തു. സത്പ്രിയൻ കോൾ അറ്റൻഡ് ചെയ്തു. വിളിച്ചിരുന്നത് പ്രിൻസിന്റെ ഭാര്യയായിരുന്നു. ഫോൺ പ്രിൻസിന് കൊടുക്കാൻ സത്പ്രിയനോട് അവർ ആവശ്യപ്പെട്ടെങ്കിലും പ്രിൻസ് ഉറങ്ങുകയാണ് എന്ന് സത്പ്രിയൻ പറഞ്ഞു. എങ്ങോട്ടാ പോണത് എന്നവർ ചോദിച്ചപ്പോ ശംഖുമുഖത്തേക്കാണെന്ന് സത്പ്രിയൻ പറഞ്ഞു. എന്തിനാ പോകുന്നേ എന്ന് ചോദിച്ചപ്പോ അസ്തമയം കാണാനാണ് എന്നായിരുന്നു സത്പ്രിയന്റെ മറുപടി. എണീക്കുമ്പോ എന്നെ തിരിച്ചു വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞവർ ഫോൺ കട്ട് ചെയ്തു. കുറച്ചു കഴിഞ്ഞതും പ്രിൻസ് എഴുന്നേറ്റിരുന്നു. എവിടെ എത്തിയെന്ന് സത്പ്രിയനോട് ചോദിച്ചപ്പോ കൊല്ലം കഴിഞ്ഞു എന്ന് സത്പ്രിയൻ പറഞ്ഞതും അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് പ്രിൻസ് ബഹളം കൂട്ടി. ബസ് നിർത്തി ഇരുവരും വഴിക്കിറങ്ങി. എന്തിനാ അവിടെ ഇറങ്ങിയേ? നമ്മൾ ശംഖുമുഖത്തേക്കല്ലേ പോകുന്നേ എന്ന് സത്പ്രിയൻ ചോദിച്ചപ്പോ മദ്യം തീർന്നില്ലേ, മദ്യമില്ലാതെ എങ്ങനെ പോകുന്നേ എന്നായിരുന്നു പ്രിൻസ് തിരികെ ചോദിച്ചത്. തന്റെ സ്വതസിദ്ധിയിൽ എക്സ്ട്രോവേർട്ട് രീതിയിൽ സംസാരിച്ച പ്രിൻസ് ഈ വെയിലത്ത് നടക്കണ്ടേന്ന് സത്പ്രിയന്റെ പരാതി കേട്ടതും ബോസിന് എന്തു വണ്ടിയാ വേണ്ടേ, ബെൻസ് വേണോ, ഓടി വേണോ, BMW വേണോ എന്ന മട്ടിലൊക്കെ ചോദിക്കുകയും ചെയ്തു. ഒടുവിൽ ഓട്ടോയ്ക്ക് അവർ നേരെ ബീവറേജിന്റെ മുമ്പിലെത്തി. പ്രിൻസ് മദ്യം വാങ്ങാൻ നിൽക്കുമ്പോ സത്പ്രിയൻ നാട്ടിലെ അരുൺ എന്ന കൂട്ടുകാരനെ വിളിച്ചു. സഹകരണ ബാങ്കിൽ താൻ സ്വർണ്ണമാല പണയം വെച്ചിട്ടുണ്ടെന്നും അതെടുത്ത് വിറ്റ എന്ത് കിട്ടും എന്ന് മാനേജരോട് ചോദിക്കാനും സത്പ്രിയൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു. ആ സമയത്താണ് കൂട്ടുകാരനിൽ നിന്നും സോജൻ തലേ ദിവസം അവിടൊക്കെ വിളിച്ച് സത്പ്രിയൻ കടം ചോദിച്ചു എന്ന കാര്യമൊക്കെ പാട്ടാക്കി എന്നറിയുന്നത്. ആ വട്ടിപ്പലിശക്കാരൻ സോജനോട് നീയല്ലാതെ ആരെങ്കിലും പണം കടം ചോദിക്കോടാ എന്നാ കൂട്ടുകാരൻ ചോദിക്കുന്നുമുണ്ട്. മദ്യം വാങ്ങിക്കഴിഞ്ഞ് പ്രിൻസും സത്പ്രിയനും വീണ്ടും യാത്ര തുടർന്നു. ഓട്ടോയിൽ കയറി പോയത് നേരെ ഒരു വലിയ ഡ്രസ് ഷോപ്പിന്റെ മുമ്പിലേക്കായിരുന്നു. അവിടെ എന്താ എന്ന് സത്പ്രിയൻ പ്രിൻസിനോട് ചോദിച്ചു. എനിക്കൊരു ആവശ്യം വന്ന ബോസ് കട്ടയ്ക്ക് കൂടെ നിൽക്കില്ലേ എന്ന് പ്രിൻസ് ചോദിച്ചു. നിൽക്കുമെന്നായിരുന്നു സത്പ്രിയന്റെ മറുപടി. പ്രിൻസ് മുമ്പും ആ ഡ്രസ് ഷോപ്പിൽ വന്നിട്ടുണ്ട് എന്നവിടത്തെ ആളുകളുമായുള്ള പ്രിൻസിന്റെ പരിചയത്തിൽ നിന്ന് ഏറെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. വൈകാതെ പ്രിൻസ് അവിടെ വന്നിരിക്കുന്നത് ഹേമ എന്ന അവിടെ ജോലി നോക്കുന്ന പെൺകുട്ടിയെ കാണാനാണ് എന്ന് സത്പ്രിയൻ മനസ്സിലാക്കി. മദ്യപിച്ച് അവിടെത്തിയ പ്രിൻസിന്റെ ഹേമയെ കാണണമെന്നുള്ള വാശി പിടിക്കലും മറ്റും അവിടെയുള്ളവർക്ക് തന്നെ ഉപദ്രവമാവുന്നുണ്ടായിരുന്നു. സത്പ്രിയനും അത് കുറച്ചൊക്കെ മനസ്സിലാക്കി. ഇതിനിടയിൽ പെങ്ങൾ സത്പ്രിയനെ വിളിച്ചു. പൈസയുടെ കാര്യം ചേട്ടൻ വേറെ നോക്കിയിട്ടുണ്ടെന്നും ഉടൻ റെഡിയാകും എന്നും അവൻ അനിയത്തിയോട് പറഞ്ഞു. ചേട്ടൻ വിഷമിക്കണ്ട, കുടുംബശ്രീന്ന് കുറച്ച് പൈസ തരാന്ന് ജോലി ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ന് സഹോദരി സത്പ്രിയനോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. കോള് കട്ടായതും സത്പ്രിയനെ അവിടെയുള്ള ഒരു പെൺകുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. സത്പ്രിയൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. അതായിരുന്നു പ്രിൻസ് കാണാൻ വന്ന ഹേമ. ചേട്ടാ, പുള്ളിക്കാരനൊന്ന് വിളിച്ചുകൊണ്ട് പോവാമോ? ഹേമ ചോദിച്ചു. അയ്യോ, അതെന്തു പറ്റി? കണ്ടിട്ടെന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാണല്ലോ പുള്ളി പറഞ്ഞേ എന്ന് സത്പ്രിയൻ ചോദിച്ചപ്പോ, ചേട്ടാ, അവൻ നല്ല പൂസ. ഈ അവസ്ഥ എന്നെ കണ്ട് ഇവിടുന്ന് പോവൂല. അവൻ കാരണം എന്റെ ഇവിടുത്തെ ജോലി വരെ പോവാറായി നിൽക്കുക. ചേട്ടനൊന്ന് സഹായിക്കണം. അവനെ ഇപ്പൊ കൊണ്ടുപോകണം. ഷോപ്പടച്ചിട്ടാണെങ്കിൽ നമുക്ക് പുറത്തു വെച്ച് കാണാം. ഹേമ അത്രയും അപേക്ഷിച്ച് പറഞ്ഞപ്പോ സത്പ്രിയൻ അവരോട് നോ പറയാൻ പറ്റുമായിരുന്നില്ല. സത്പ്രിയൻ ഓക്കെ പറഞ്ഞു. പ്രിൻസിനടുത്തെത്തി പ്രിൻസിനൊപ്പം അവിടുന്ന് വസ്ത്രവും എടുത്ത ശേഷം ഹേമ തന്നെ കണ്ട് സംസാരിച്ച കാര്യം സത്പ്രിയൻ പ്രിൻസിനോട് പറഞ്ഞു. നമുക്കിപ്പോ പോവാമെന്നും ഷോപ്പടയ്ക്കുമ്പോ കാണാമെന്നാ പറഞ്ഞേ. ഹേമ വിളിക്കും എന്നും സത്പ്രിയൻ പ്രിൻസിനെ അറിയിച്ചു. പക്ഷെ അവള് വിളിക്കൂലെന്നും പറ്റിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രിൻസ് വാശി പിടിച്ചിരുന്നു. പക്ഷെ പുറത്തു വെച്ച് കണ്ട് സംസാരിച്ച ഇരുവർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാലോ
എന്നൊക്കെ പറഞ്ഞ് സത്പ്രിയൻ പ്രിൻസിനെ കൺവിൻസ് ചെയ്യിച്ചു. ബോസ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വരാമെന്ന് പറഞ്ഞ് പ്രിൻസ് സത്പ്രിയനൊപ്പം ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തെത്തിയതും നമുക്കൊന്ന് ഫ്രഷ് ആയാലോ എന്ന് സത്പ്രിയൻ പ്രിൻസിനോട് ചോദിച്ചു. ഒരു ലോഡ്ജ് എടുക്കാമോ എന്ന് അന്വേഷിച്ചു. പ്രിൻസ് സത്പ്രിയനുമായി പോയത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെയായിരുന്നു. സത്പ്രിയൻ അവിടമൊക്കെ കണ്ട് ഒന്ന് അമ്പരന്ന് പോകുന്നുണ്ട്. അവിടുത്തെ മാനേജർ എൽദോസുമായൊക്കെ പ്രിൻസിന് പരിചയമുണ്ടായിരുന്നു. അവിടുത്തെ ബാറിലെത്തി പ്രിൻസ് കൂട്ടുകാരിയൊക്കെ കണ്ട് മദ്യപിച്ചിരുന്നു. സത്പ്രിയനും ആ കൂട്ടത്തിൽ കൂടി. അപ്പോഴാണ് സത്പ്രിയന് സോജന്റെ കോൾ വരുന്നത്. നീ എവിടാ? ഞാനിവിടെ ഉണ്ട്, പണം റെഡിയാണ് എന്ന് പറഞ്ഞായിരുന്നു സോജൻ വിളിച്ചത്. സത്പ്രിയൻ കൊല്ലത്താണെന്ന് പറഞ്ഞതും സോജൻ സത്പ്രിയനോട് ദേഷ്യപ്പെട്ടു. അമ്മ ആശുപത്രിയിലായിട്ട് കറങ്ങി നടക്കുന്ന അവനൊക്കെ എന്തൊരു മനുഷ്യനാണ് എന്ന് മട്ടി അവനെ പുച്ഛിച്ചും പരിഹസിച്ചുമൊക്കെ സോജൻ സംസാരിക്കാൻ തുടങ്ങി. സത്പ്രിയൻ സോജനോട് പണം ആവശ്യമുണ്ടെന്നും 10 രൂപയുടെ KMS ബസ്സി കട്ടപ്പനയ്ക്ക് കൊടുത്തുവിട്ട കട്ടപ്പനന്ന് താൻ മേടിച്ചോളാം എന്നൊക്കെ സോജനോട് പറഞ്ഞെങ്കിലും നിന്റെ അമ്മയല്ലേ ആശുപത്രി കിടക്കുന്നേ, എന്റെ അമ്മയൊന്നും അല്ലല്ലോ, എനിക്കത്രയും പ്രാന്തില്ല എന്നൊക്കെയായിരുന്നു സോജൻ പറഞ്ഞത്. സോജൻ ഒരുപാട് അവമാനിച്ച് സത്പ്രിയനെ സംസാരിക്കാൻ തുടങ്ങിയതും സത്പ്രിയന്റെയും നിലവിട്ടു. സോജനെതിരെ സത്പ്രിയൻ സംസാരിച്ചു. ആരെയും പറ്റിച്ചും വഞ്ചിച്ചും പണം വാങ്ങേണ്ട കാര്യം എനിക്കില്ലടാ എന്നൊക്കെ സത്പ്രിയൻ സോജനോട് പറയുകയും ഈ ലോകത്തില് നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരെ ദൈവം കൃത്യസമയത്ത് നമ്മുടെ മുമ്പിലെത്തിക്കും, പണം മാത്രമല്ലടാ എല്ലാം എന്നൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ സോജൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ ഒരു റൂം എടുത്ത് അവർ തങ്ങുവാൻ ആരംഭിച്ചു. ആ ലക്ഷറി റൂമൊക്കെ സത്പ്രിയന് പുതിയതായിരുന്നു. സത്പ്രിയൻ കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും സഹോദരി വിളിച്ചിരുന്നു. ഫോണിൽ സത്പ്രിയൻ സംസാരിച്ചു. ഡോക്ടർ പ്രത്യേകിച്ചൊന്നും വന്നിട്ട് പറഞ്ഞില്ല എന്ന് സഹോദരി സത്പ്രിയനോട് പറഞ്ഞു. കുടുംബശ്രീ ലോണിന്റെ കാര്യമൊക്കെ റെഡിയായിട്ടുണ്ടെന്നും താൻ പോയി ഒപ്പിട്ടാൽ ഉടൻ പണം കിട്ടും എന്നും സഹോദരി പറഞ്ഞപ്പോ പ്രിൻസിനെ നോക്കിക്കൊണ്ട് ചേട്ടനും കുറച്ച് പൈസയുടെ കാര്യം റെഡിയാക്കുന്നുണ്ട്, അത് റെഡിയാവാൻ സാധ്യതയുണ്ടെന്ന് സത്പ്രിയനും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടേ വിളിക്കണേ എന്ന് പറഞ്ഞ സത്പ്രിയൻ കോൾ കട്ട് ചെയ്തു. പ്രിൻസ് ആണെങ്കിൽ ഈ സമയം ഉറങ്ങിപ്പോയിരുന്നു. പിന്നാലെയാണ് സത്പ്രിയൻ ഹേമയെ വിളിക്കുന്നത്. രാത്രി മീറ്റ് ചെയ്യാം എന്ന് ഹേമ പറഞ്ഞിരുന്നതാണല്ലോ, എവിടെ ഉള്ളതെന്ന് ഹേമ ചോദിച്ചപ്പോ പ്രിൻസിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ സത്പ്രിയൻ ശ്രമിച്ചു. പക്ഷേ പ്രിൻസ് നല്ല ഉറക്കത്തിലേക്ക് പോയിരുന്നു. സത്പ്രിയൻ എത്ര വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. അതോടെ ഹേമ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് രാവിലെ താൻ വിളിക്കാമെന്നും രാവിലെ മീറ്റ് ചെയ്യാം എന്നും സത്പ്രിയനോട് പറഞ്ഞു. അതോടെ സത്പ്രിയൻ ഉറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ബാത്റൂമൊക്കെ എടുത്ത് ധരിച്ചായിരുന്നു സത്പ്രിയൻ നിന്നത്. കുറച്ചു കഴിഞ്ഞതും പ്രിൻസ് ഉറക്കത്തു നിന്ന് എഴുന്നേറ്റ് വന്നു. സമയം 12 കഴിഞ്ഞിരുന്നു. ഇപ്പൊ പോയാൽ ശരിയാവില്ല എന്ന് പ്രിൻസ് പറഞ്ഞപ്പോ സത്പ്രിയൻ പ്രിൻസിനോട് പറഞ്ഞു അവള് വിളിച്ചിരുന്നെന്നും ഈ ഒരു അവസ്ഥയെ കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞെന്നും സത്പ്രിയൻ പറഞ്ഞതും അത് കേട്ട് പ്രിൻസിന് ദേഷ്യം വന്നു. ഞാൻ പൂസായി കിടക്കുവാണെന്ന് നിങ്ങൾ അവളോട് പറഞ്ഞോ എന്ന് ചോദിച്ച് പ്രിൻസ് വഴക്കിടാൻ തുടങ്ങിയതും സത്പ്രിയൻ വല്ലാതായി. പോരാത്തതിന് ഒറ്റക്ക് ഫുഡ് കഴിച്ച് മദ്യപിച്ചിരുന്ന സത്പ്രിയനോട് ഒക്കെ കഴിച്ച് സുഖിച്ചിരിക്കുവാണല്ലേ എന്ന മട്ടിലൊക്കെ പ്രിൻസ് ചോദ്യം ചെയ്തതോടെ സത്പ്രിയൻ എന്തു പറയണമെന്നറിയാതെ നിന്നു പോയിരുന്നു. സത്പ്രിയനുമായി വഴക്കിട്ട് ഇന്നത്തോടെ എല്ലാ ഇടപാടും തീർന്നു എന്ന് പ്രഖ്യാപിച്ച് സത്പ്രിയന് കൊടുത്ത പോക്കറ്റ് മണി പോലും തിരികെ വാങ്ങി പ്രിൻസ് റൂമിൽ നിന്ന് പോവുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ സത്പ്രിയൻ നിന്നുപോയി. ഇതേ സമയം പുറത്തേക്ക് പോവാൻ നിന്ന പ്രിൻസ് വിദേശികളായിട്ടുള്ള 2 പേർ തമ്മിലുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ അത് നോക്കി അവരുടെ പിന്നാലെ ചെന്ന് അത് കൂടുതൽ വിഷയമായി മാറി. ഒടുവിൽ അവർ പ്രിൻസിനെ ഓടിച്ചപ്പോ പ്രിൻസ് ഓടി നേരെ പഴയ റൂമിലേക്ക് വരികയാണ്. സത്പ്രിയനുമായുള്ള ദേഷ്യമൊക്കെ മറച്ചുവെച്ച് വളരെ കൂളായി സത്പ്രിയനോട് പ്രിൻസ് സംസാരിച്ചു. ബോസിനെ വിട്ട് ഞാൻ അങ്ങനെ പോവോ എന്നൊക്കെ ചോദിച്ച് വാങ്ങിയ പണമടക്കം തിരികെ കൊടുത്തു. ഇതിനിടയിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ച് ജീവനക്കാരനടക്കം പുറത്തു വന്നിരുന്നു. പ്രിൻസ് ആദ്യം പോയി ഡീല് ചെയ്യാൻ നോക്കി. വീണ്ടും പ്രശ്നമാവുന്ന കണ്ടതും സത്പ്രിയൻ പുറത്തേക്ക് ചെന്നു. സത്പ്രിയനെന്ന് മർദ്ദനമേറ്റിരുന്നു. എന്തായാലും ഹോട്ടലിലെ ആ രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് പുലർച്ചെ സഹോദരിയുടെ കോള് വന്നു. ചേട്ടായി എവിടെയെന്ന് ചോദിച്ചു. സത്പ്രിയൻ പറഞ്ഞു സോജന്റെ പണം കിട്ടാത്തതും കൊണ്ട് പണം കിട്ടുന്ന വേറൊരാളുടെ ഒപ്പം ഞാൻ വന്നിരിക്കുക. ആ ആശുപത്രിയില് കൂടുതൽ ചെക്കപ്പിന് സൗകര്യമില്ലാത്തത് കൊണ്ട് അമ്മയെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് സഹോദരി സത്പ്രിയനോട് പറയുകയാണ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനമായത്. അതുകൊണ്ട് ചേട്ടായിയോട് നേരെ കോട്ടയത്തേക്ക് വന്നാ മതി എന്ന് സഹോദരി പറഞ്ഞു. കാര്യങ്ങളെന്തോ സീരിയസ് ആണ് എന്ന് സത്പ്രിയന് തോന്നുന്നുണ്ടായിരുന്നു. സത്പ്രിയൻ റൂമിൽ പ്രിൻസിനെ നോക്കി. പ്രിൻസ് അപ്പോഴേക്കും പൂളിലേക്ക് പോയിരുന്നു. പൂളിനടുത്തേക്ക് ചെന്ന സത്പ്രിയൻ മാനേജർ എൽദോസുമായി സംസാരിക്കുകയാണ്. അപ്പോഴാണ് പ്രിൻസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ സത്പ്രിയൻ അറിയുന്നത്. കൊല്ലത്തെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളെയാണ് പ്രിൻസ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രിൻസിന് ഒരുപാട് ബന്ധങ്ങൾ തന്നെയുണ്ട്. പ്രിൻസിന്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൻ. മറ്റ് പണക്കാരെ പോലെയല്ല. ഏവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് പ്രിൻസിനുണ്ട്. എൽദോസിൽ നിന്ന് അതൊക്കെ കേട്ടതും സത്പ്രിയനും തന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രതീക്ഷ തോന്നി. അപ്പോഴാണ് ഹേമ വിളിക്കുന്നത്. സത്പ്രിയൻ അക്കാര്യം പ്രിൻസിനെ അറിയിച്ചു. റൂമിലെത്തിയ പ്രിൻസ് മദ്യപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. സത്പ്രിയൻ അത് തടഞ്ഞപ്പോ ഒന്ന് കുടിച്ചാലേ ഹേമയെ കാണാൻ പറ്റൂന്ന് പ്രിൻസ് പറഞ്ഞു. ആ കൊച്ചിന് പക്ഷെ അങ്ങനില്ല, കുടിക്കാതെ കൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞതാ എന്ന് സത്പ്രിയൻ പറഞ്ഞതോടെ അവർ തമ്മിൽ ചെറിയ പണത്തിന്റെ പേരിലുള്ള സംസാരം
സംസാരം ആരംഭിച്ചു. പ്രിൻസിന് പണത്തിന്റെ വില അറിയില്ല. ഒരു 100 രൂപ കിട്ടാൻ കൊതിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്നറിയോ എന്ന് സത്പ്രിയൻ പറഞ്ഞപ്പോ പ്രിൻസ് വല്ലാതായി. എന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളല്ലേ എനിക്ക് പരിഹരിക്കാൻ പറ്റൂ, ഞാനത് ചെയ്യുന്നുണ്ടല്ലോ, ലോകത്തിലെ മുഴുവൻ പ്രശ്നവും പരിഹരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നായിരുന്നു പ്രിൻസ് പറഞ്ഞത്. അതോടെ സത്പ്രിയന് തന്റെ കാര്യത്തിൽ വീണ്ടും പ്രതീക്ഷ തോന്നി. ഇനി ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് പോവാമെന്ന് സത്പ്രിയൻ പ്രിൻസിനോട് പറയുകയാണ്. ബോസ് പറ, ബോസിന്റെ പ്രശ്നം എന്താന്ന് പറ എന്ന് പ്രിൻസ് ചോദിച്ചെങ്കിലും സത്പ്രിയൻ ഒഴിഞ്ഞു മാറി. ഹേമ അവിടെ വെയിറ്റ് ചെയ്യാ, എന്നിട്ട് പറയാം എന്ന് പ്രിൻസ് പറഞ്ഞു. അങ്ങനെ അവർ പോവാൻ തയ്യാറെടുത്തു. സത്പ്രിയൻ തന്റെ മുണ്ടും ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. അത് ശരിയല്ലെന്ന് തോന്നിയ പ്രിൻസ് സത്പ്രിയനായി താൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഒരു ഷോർട്സും ടീഷർട്ടും സത്പ്രിയനെ അണിയിക്കുകയാണ്. അങ്ങനെ അവർ ഹേമയെ കാണാൻ പുറപ്പെട്ടു. സത്പ്രിയൻ പോകുന്ന വഴിക്ക് പ്രിൻസിനോട്, നിങ്ങൾ കല്യാണം കഴിക്കാത്ത ആളാണെന്ന് ഞാൻ കരുതിയെ, ഇത്തരം ചുറ്റിക്കളിയൊന്നും ശരിയല്ലല്ലോ എന്ന് തരത്തി ചോദിച്ചു. പ്രിൻസ് അപ്പോഴാണ് തന്റെ ജീവിതത്തിൽ നടന്ന പ്രധാന ചില കാര്യങ്ങൾ പറയുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ഹേമ പ്രിൻസിന്റെ ജൂനിയർ ആയിരുന്നു. അവരിരുവരും പ്രണയത്തിലുമായിരുന്നു. അവർ ഒന്നിച്ച് ഒരിക്കലൊരു ട്രിപ്പ് പോയി. ആ ട്രിപ്പിൽ വെച്ച് പ്രിൻസിന് വലിയ അപകടം സംഭവിച്ചു. ഹേമയും ആ അപകടം സംഭവിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞാണ് പ്രിൻസിന് ബോധം തെളിഞ്ഞത്. ഹേമയ്ക്കും വലിയ പരിക്ക് പറ്റി. 1.5 കൊല്ലത്തോളം എടുത്തു പ്രിൻസ് ഓക്കെ ആവാൻ. അത് കഴിഞ്ഞ് പ്രിൻസ് ഹേമയെ അന്വേഷിച്ചപ്പോഴേക്കും ആലുവയിലെ വീടും സ്ഥലവുമൊക്കെ വിറ്റ് ഹേമയും കുടുംബവും മറ്റെങ്ങോട്ടേക്കോ പോയിരുന്നു. വീട്ടുകാർ അപ്പോഴേക്കും പ്രിൻസിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. ആ അപകടത്തിന് ശേഷം പ്രിൻസിന്റെ മേൽ വീട്ടുകാർ വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു. ഹേമയെ പിന്നീട് പോയി നോക്കാനൊന്നും പ്രിൻസിന് സാധിച്ചില്ല. അവളെ പ്രിൻസ് അന്വേഷിച്ചു പോയതുമില്ല. അതിന്റെ കുറ്റബോധം പ്രിൻസിന്റെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. സത്പ്രിയൻ അതങ്ങനെ തന്നെ മനസ്സിലാക്കി. അങ്ങനെ ഹേമയും പ്രിൻസും അന്ന് മീറ്റ് ചെയ്തു. മനസ്സ് തുറന്ന് സംസാരിച്ചു. പ്രിൻസിന്റെ ഉള്ളിലെ കുറ്റബോധവും വേദനയുമൊക്കെ മറ്റാരെക്കാളും ഹേമയ്ക്ക് മനസ്സിലാവുമായിരുന്നു. പ്രിൻസ് പലവട്ടം ഹേമയോട് പണത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുള്ളതും അവളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഹേമയ്ക്കെന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്നായിരുന്നു. പ്രിൻസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഹേമ പറഞ്ഞു. പ്രിൻസിന് അന്ന് വലിയ ആശ്വാസം തന്നെ തോന്നിയിരുന്നു. തലേ ദിവസം സത്പ്രിയൻ ഹേമയെ വിളിച്ചതും പ്രിൻസ് ഉറങ്ങുന്നതുകൊണ്ട് താനാണ് നാളെ കാണാമെന്ന് പറഞ്ഞത് എന്നുകൂടി ഹേമ പറഞ്ഞപ്പോ സത്പ്രിയൻ തനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുകൂടി പ്രിൻസ് മനസ്സിലാക്കുന്നുണ്ട്. ഹേമ മറ്റൊരു വിവാഹം കഴിക്കാത്തതൊക്കെ പ്രിൻസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഹേമ തനിക്ക് പറ്റിയ ഒരാളെ കിട്ടിയ വിവാഹം കഴിക്കും എന്ന് പ്രിൻസിനോട് പറഞ്ഞതും പ്രിൻസിന് വലിയ ആശ്വാസം തന്നെ തോന്നി. പ്രിൻസിന്റെ കുടുംബത്തെപ്പറ്റി ഹേമ ചോദിച്ചു. തന്റെ മകനെപ്പറ്റിയും ഭാര്യയെപ്പറ്റിയും പ്രിൻസ് സന്തോഷത്തോടെ പറഞ്ഞു. ഭാര്യ അടിപൊളിയാണ്, എന്റെ കൂടെ നിൽക്കും എന്നൊക്കെ പ്രിൻസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്പ്രിയൻ അപ്പോഴേക്കും ഒന്ന് പുറത്തു പോയിരുന്നു. ഷോപ്പിൽ പോവാൻ സമയമായതും പ്രിൻസും ഹേമയും കൂട്ടുകാരിയും റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ സമയം ഹേമയ്ക്കൊരു കാലില്ലാത്തത് സത്പ്രിയൻ നോക്കിക്കണ്ടു. ആ അപകടത്തിൽ അന്ന് ഹേമയുടെ കാൽ നഷ്ടപ്പെട്ടിരുന്നു. സത്പ്രിയനായിരുന്നു അവർക്ക് ഓട്ടോ വിളിച്ചത്. പോകുന്നതിന് മുമ്പ് അന്നത്തെ ക്ലെയിമിന്റെ പൈസ കിട്ടിയെന്നും അതുപയോഗിച്ച് താൻ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് എന്നും ഹേമ പ്രിൻസിനോട് പറഞ്ഞു. പ്രിൻസും അതിൽ സന്തോഷിച്ചിരുന്നു. ഹേമയെ കണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതും പ്രിൻസിന് വലിയ സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ അവിടെ നിന്നും പ്രിൻസ് വേഗത്തിൽ ബോട്ട് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴക്ക് പോകാം എന്ന് സത്പ്രിയനോട് പറയുകയാണ്. സത്പ്രിയനാണെങ്കിൽ അമ്മയ്ക്കടുത്ത് എത്തണം, പൈസയും റെഡിയായിട്ടില്ല, ആകെ അസ്വസ്ഥനായിരുന്നു. പക്ഷെ ഒക്കെ ശരിയാക്കാം എന്ന് പ്രിൻസ് പറഞ്ഞത് കേട്ടതും സത്പ്രിയൻ പ്രിൻസിനൊപ്പം കൂടി. പ്രിൻസ് ആണെങ്കിൽ ബോട്ടിൽ ആഘോഷിച്ചും മദ്യപിച്ചും തന്റെ ജീവിതം മാത്രം നോക്കി മുമ്പോട്ട് പോയി. ഒടുവിൽ പ്രിൻസിന്റെ കയ്യിലെ മുഴുവൻ പണവും തീർന്നു. സത്പ്രിയന്റെ കയ്യിലും ഇനി ഒറ്റ രൂപയില്ല. ആ ഒരു ഘട്ടത്തിൽ സത്പ്രിയൻ ഏറെ അസ്വസ്ഥനായി. ആ സമയത്താണ് സത്പ്രിയൻ അങ്ങനെ നിൽക്കുന്ന കണ്ട് പ്രിൻസ് കാര്യം ചോദിക്കുന്നത്. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിരുന്ന സത്പ്രിയൻ ദേഷ്യത്തിലും സങ്കടത്തിലും പ്രിൻസിനോട് അമ്മയുടെ കാര്യവും പണത്തിനു വേണ്ടിയാ നിങ്ങളുടെ കൂടെ കൂടിയതെന്നുള്ള കാര്യവും തന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് പ്രിൻസും സത്പ്രിയന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. പണം മാത്രമാണ് ആവശ്യമെന്ന് കേട്ടതും പ്രിൻസിനതൊരു വിഷയമേ ആയിരുന്നില്ല. എത്ര രൂപ വേണം എന്നായി പ്രിൻസ്. 25,000 തരാമോ, ചെക്ക് തരാമെന്ന് സത്പ്രിയൻ പറഞ്ഞതും എന്തിനാ ചെക്കൊക്കെ, 25,000 എന്തിനാ, ബോസിന് ഞാൻ 50,000 തരും എന്ന് പറഞ്ഞുടൻ സത്പ്രിയന്റെ അക്കൗണ്ട് നമ്പർ പ്രിൻസ് വാങ്ങി. അത് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത് അത്യാവശ്യമായി അതിലേക്ക് 50,000 രൂപ ഇടണമെന്ന് പറഞ്ഞു. അതോടെ സത്പ്രിയനും ഒരു സമാധാനമായിരുന്നു. ബോട്ട് കരയ്ക്കടുത്തു. അപ്പോഴും സത്പ്രിയന്റെ അക്കൗണ്ടിൽ പണം വീണിട്ടില്ല. പ്രിൻസ് ഭാര്യ റിനിയെ വിളിച്ച് പണമിടുന്ന കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു. 3 ദിവസമായിരുന്നു പ്രിൻസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. റിനി ദേഷ്യത്തിലുമായിരുന്നു. മാത്രമല്ല ഹേമയുടെ കാര്യമറിയാവുന്ന റിനി പ്രിൻസ് കൊല്ലത്ത് കിടന്ന് കറങ്ങുകയായിരുന്നു എന്നറിഞ്ഞ് അതിന്റെയും ദേഷ്യത്തിലായിരുന്നു. എന്റെ പൈസയൊന്നുമില്ല, നിങ്ങൾ വേണേ അപ്പന്റെ അടുത്ത് ചോദിക്ക് എന്ന് പറഞ്ഞ ദേഷ്യത്തെ റിനി ഫോൺ കട്ട് ചെയ്തു. പക്ഷെ പ്രിൻസ് സത്പ്രിയനടുത്ത് പണം കിട്ടുമെന്ന് തന്നെ ഉറപ്പു പറഞ്ഞു. സത്പ്രിയന് വല്ലാത്ത സമാധാനം തോന്നി. പിരിയുന്നതിന് മുമ്പ് ഒന്നുകൂടി മദ്യപിക്കാൻ അവരിരുന്നു. ആ ഒരു അവസരത്തിൽ തന്റെ മുമ്പിലെ ദൈവത്തെ പോലെ സത്പ്രിയന് പ്രിൻസിനെ തോന്നിയിരുന്നു. സത്പ്രിയന് എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് പോകണമായിരുന്നു. അപ്പോഴും പണം അക്കൗണ്ടിൽ വീണിട്ടുമില്ല. എന്താ അതെന്നറിയാൻ പ്രിൻസ് ശ്രമിച്ചു. പണത്തിനായി അപ്പനെ വിളിക്കാനും പ്രിൻസ് നോക്കിയെങ്കിലും അപ്പൻ പ്രിൻസിനോട് ദേഷ്യപ്പെടുകയും പോയി ചാവുന്ന രീതിയിൽ സംസാരിക്കുകയും
വിളിക്കുകയുമായിരുന്നു ചെയ്തത്. സത്പ്രിയനെ സഹായിക്കണം എന്ന് പ്രിൻസിനുണ്ടായിരുന്നു. പക്ഷേ പ്രിൻസിന് ആ ഒരു അവസരത്തിൽ ഒന്നുകൊണ്ടും സാധിക്കാത്ത അവസ്ഥ. പ്രിൻസിന്റെ അവസ്ഥ സത്പ്രിയനും മനസ്സിലാവുമായിരുന്നു. കൂട്ടുകാരന് സഹായിക്കാനുള്ള മനസ്സുണ്ടായല്ലോ, അത് മതിയെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു എന്ന് യാത്ര പറഞ്ഞ് സത്പ്രിയനും പ്രിൻസും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോ സത്പ്രിയൻ സോജനെ വിളിച്ചു. ചെക്കൊക്കെയുണ്ട്, പണം കടത്തരാമോ എന്ന തരത്തിൽ അപേക്ഷയോട് ചോദിച്ചു. സോജനാകട്ടെ തലേദിവസം സത്പ്രിയൻ സോജനോട് കലഹിച്ചിരുന്നല്ലോ, അതിന്റെ പേരിൽ കുറെ കുറ്റപ്പെടുത്തി, കുറെ പരിഹസിക്കുകയും അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാലും പണം കൊടുക്കാം, എറണാകുളത്തിന് വന്നാ മതി എന്ന് സോജൻ പറഞ്ഞിരുന്നു. സത്പ്രിയന്റെ പക്കലാണേൽ എറണാകുളത്തിന് പോവാൻ 10 പൈസയില്ല. അവിടെ നിന്നൊരു ബായോട് തന്റെ അവസ്ഥ പറഞ്ഞ് സത്പ്രിയൻ കടം ചോദിച്ചു. ബായ് ഒരു 100 രൂപ കൊടുത്തു. സന്തോഷത്തോടെ സത്പ്രിയൻ നിൽക്കുമ്പോഴാണ് ഒരു ടാക്സിയിൽ അങ്ങോട്ടേക്ക് പ്രിൻസ് വന്നിറങ്ങുന്നത്. ഞാൻ എറണാകുളത്തിന് പോവാ, എറണാകുളത്ത് പോയ ബോസിനും പണം കിട്ടും എന്ന് പറഞ്ഞ പ്രിൻസ് സത്പ്രിയനെ വിളിച്ചു. ആദ്യം സത്പ്രിയനൊന്നും മടിച്ചെങ്കിലും പ്രിൻസ് നിർബന്ധിച്ചപ്പോ സത്പ്രിയൻ ടാക്സിയിൽ കയറി പോവുകയാണ്. ടാക്സി ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അതിനോടകം ഒരു കുപ്പിയും പ്രിൻസ് വാങ്ങിയിരുന്നു. സ്വന്തം അളിയനെ വിളിച്ച് പ്രിൻസ് പണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. യാത്രയ്ക്കൊടുവിൽ അവർ എറണാകുളത്ത് പറഞ്ഞയിടത്തേക്കെത്തി. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം. അളിയൻ അപ്പനെ വിളിച്ചിരുന്നു. അപ്പൻ പ്രിൻസിന് പണം കൊടുക്കരുതെന്നും പണം കിട്ടിയാൽ അവൻ കറങ്ങി നടക്കും, വീട്ടിലേക്ക് വരില്ലെന്നും അളിയനെ അറിയിച്ചതുകൊണ്ട് പ്രിൻസിനെ കാണാൻ അളിയൻ കൂട്ടാക്കിയില്ല. പ്രിൻസ് ആണെങ്കിൽ അവിടുത്തെ പരിചയക്കാരോടൊപ്പം ബാറിൽ മദ്യപിക്കാനും കയറി. ആകെ ടെൻഷനിൽ എന്തു ചെയ്യുമെന്നറിയാതെ സത്പ്രിയൻ പെട്ടുനിൽക്കുകയായിരുന്നു. പ്രിൻസ് വരാൻ വൈകുമെന്നൊക്കെ മനസ്സിലായതും പ്രിൻസിനോട് പറഞ്ഞാ മതി, താൻ പോവുകയാണ്, പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് ടാക്സിക്കാരനോട് പറഞ്ഞ് സത്പ്രിയൻ പോരാൻ ശ്രമിച്ചു. പക്ഷേ അതിനോടകം പ്രിൻസും സത്പ്രിയനും പ്രശ്നക്കാരാണോ എന്ന് ചിന്തിച്ച ടാക്സിക്കാരൻ സത്പ്രിയന് മാത്രമേ ബോധമുള്ളൂ, മറ്റേയാൾ കള്ളുകുടിച്ച് പൂസ, അതുകൊണ്ട് തന്റെ പണത്തിന് ഒരു ഉത്തരവാദിത്തമില്ലാതെ സത്പ്രിയനെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. സത്പ്രിയൻ പ്രിൻസിനോട് എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ച് ടാക്സിക്കാരനെ ഒഴിവാക്കാനും താൻ പോവാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ടാക്സിക്കാരൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവിടെ നിന്നും പണത്തിന് അവിടെയുള്ള പെങ്ങളുടെ വീട്ടിലേക്ക് പോകാം എന്ന തരത്തിൽ പ്രിൻസ് പറഞ്ഞു. അവിടെ നിന്ന് പണം കിട്ടുമെന്ന് ഉറപ്പുകൂടി പറഞ്ഞതോടെ ടാക്സിക്കാരൻ അതിന് തയ്യാറാവുകയാണ്. അങ്ങനെ പ്രിൻസും സത്പ്രിയനും ടാക്സിക്കാരനും പ്രിൻസിന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ അവിടെയും അവർ എത്തിച്ചേർന്നു. രാത്രി അത്രയധികം വൈകിയിരുന്നല്ലോ. വീടിനകത്തേക്ക് കയറി ചെന്ന പ്രിൻസ് വളരെ കൂളായി തന്നെ പകൽ പോലെ പെരുമാറാൻ തുടങ്ങി. ഉറങ്ങിക്കിടന്ന അളിയനെ വിളിച്ചെഴുന്നേപ്പിച്ചു. തനിക്കൊരു 50,000 രൂപ കടം തരോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പ്രിൻസിന്റെ പെങ്ങൾക്കും മറ്റും അത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടായിരുന്നു. പണം തരാൻ പറ്റില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. പ്രിൻസും ആകെ വല്ലാതായി പോയി. അത്രയും പണമുണ്ടായിട്ടും തന്റെ കൂടെയുള്ളയാളെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വേദന പ്രിൻസിനുണ്ടായിരുന്നു. അളിയ, ഈ ഉപയോഗമില്ലാത്ത കാശെന്ന് പറഞ്ഞാണ്ടല്ലോ വെറും അജീവ വസ്തുവാണ്, നിങ്ങളൊന്നും അങ്ങനെ ആവരുതട്ട. എന്തായാലും എന്റെ പെങ്ങളളിയനും എന്നെങ്ങനെ കാണണമെന്ന് മനസ്സിലായല്ലോ എന്ന് ഇമോഷണലായി പറഞ്ഞ് പ്രിൻസ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അളിയൻ പിന്നാലെ വന്നു പറഞ്ഞു, പ്രിൻസേ, നിനക്ക് പണം തരാൻ പറ്റാനിട്ടോ പണമില്ലാനിട്ടോ അല്ല, ഞാൻ നിനക്ക് പണം തന്ന അപ്പച്ചൻ എന്തു വിചാരിക്കും? നിനക്കറിയാലോ, അപ്പച്ചനും അമ്മച്ചയ്ക്കൊക്കെ പ്രായമായി വരല്ലേ, അവരുടെ സമാധാനം സന്തോഷമൊക്കെ നമ്മളിനി പ്രിയോറിറ്റൈസ് ചെയ്യണ്ടേ, നീ വേറൊന്നും വിചാരിക്കല്ലേ. അളിയന്റെ തോളത്ത് തട്ടി പ്രിൻസ് പുറത്തേക്ക് പോന്നു. പ്രിൻസ് നേരെ വണ്ടി കയറിയിരുന്നു. അവിടുന്ന് പറവൂർക്ക് പോവാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ടാക്സി ഡ്രൈവർ ക്ഷോഭിക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ പൈസ കിട്ടാതെ വണ്ടി ഇവിടെ നിന്ന് ഒരടി അനങ്ങില്ല എന്ന് പറഞ്ഞ ടാക്സി ഡ്രൈവർ പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. സത്പ്രിയനും എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയിരുന്നു. സത്പ്രിയനാണെങ്കിൽ പോവുകയും വേണം. സോജൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സത്പ്രിയൻ, നിങ്ങൾ അയാളുടെ കൂടെ ചെല്ല്, പണം തരും എന്നൊക്കെ പറഞ്ഞ് പോവാൻ നോക്കിയെങ്കിലും ടാക്സി ഡ്രൈവറിന് വിശ്വാസമുണ്ടായിരുന്നില്ല. സത്പ്രിയനെ വിടാതെ ടാക്സി ഡ്രൈവർ വണ്ടി കയറ്റി ശേഷം ഒന്നിച്ച് പറവൂരിലേക്ക് പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ പൂസായിരുന്ന പ്രിൻസ് ഉറങ്ങുകയും ചെയ്തു. ഒരിടത്തെത്തിയപ്പോ എങ്ങോട്ട് പോകണം എന്നവർക്ക് വഴിയറിവുണ്ടായിരുന്നില്ല. അവർ ഒരിടത്ത് വണ്ടി ഒതുക്കി നിൽക്കാൻ ആരംഭിച്ചു. പ്രിൻസ് ആണെങ്കിൽ ഉറങ്ങുകയാണ്. ടാക്സി ഡ്രൈവർ വിഷയമുണ്ടാക്കാൻ തുടങ്ങി. 10 മിനിറ്റോടെ ഞാൻ വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ടാക്സി ഡ്രൈവർ വിഷയമുണ്ടാക്കി. സത്പ്രിയനാണെങ്കിൽ സോജനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാനും പണം തരാനും ആവശ്യപ്പെട്ടിരുന്നു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യട്ടാ, പണം ഞാൻ തരാം എന്ന് സത്പ്രിയൻ പറഞ്ഞു. വൈകാതെ സോജനെത്തി പണം കൊടുത്തു. 25,000 ചോദിച്ചെങ്കിലും 10,000 സോജൻ കൊടുത്തത്. അത്രേ ഉള്ളൂ എന്ന് പറയുകയും സത്പ്രിയന്റെ രൂപവും ഒക്കെ കണ്ട് അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. സത്പ്രിയൻ പിന്നാലെ പണം കൊണ്ടുപോയി ടാക്സി ഡ്രൈവറിന് കൊടുക്കുകയാണ്. 7,000 രൂപ ടാക്സി ഡ്രൈവർ വാങ്ങിയിരുന്നു. ഇത്രയുമായതും അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ട് സത്പ്രിയൻ ടാക്സിക്ക് കൊടുക്കുന്നതും കറങ്ങി നടക്കുന്ന ഒരു കൂട്ടുകാരനൊപ്പം ഉള്ളതും ഒക്കെ സോജനെ പ്രകോപിപ്പിച്ചിരുന്നു. സോജൻ തന്റെ വായിൽ വന്നതൊക്കെയും സത്പ്രിയനെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും പറയാനൊക്കെ ആരംഭിച്ചു. സത്പ്രിയൻ വല്ലാതെ വേദനിച്ചു പോയിരുന്നു. തിരികെ പറയാനും സത്പ്രിയന് സാധിക്കുന്നില്ല. ടാക്സി ഡ്രൈവർ പോകുന്നതിന് മുമ്പ് സാധനങ്ങൾ എടുക്കുമ്പോൾ സത്പ്രിയനോട് പറഞ്ഞു, അതെ, വിഷമൊന്നും വിചാരിക്കരുതട്ടോ, ഞാൻ ഇതുപോലെ ഒരുപാടെണ്ണത്തെ കണ്ടിട്ടുള്ളതാ, നമുക്ക് കുടുംബമുള്ളതല്ലേ,
ഇതുപോലുള്ളതിന്റെ ഒപ്പം കൂട്ടുകൂടി നടക്കരുത്. സത്പ്രിയൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ടാക്സി ഡ്രൈവർ വണ്ടിയെടുത്തു പോയി. സോജൻ പോവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. സത്പ്രിയനോട് വന്ന് ബൈക്കിൽ കയറാൻ പറഞ്ഞു. പക്ഷേ മദ്യപിച്ച് പൂസായി കിടക്കുന്ന പ്രിൻസിനെ വഴിയിൽ വിട്ടുപോവാൻ സത്പ്രിയന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. സഹായിക്കാൻ സോജനോട് സത്പ്രിയൻ അപേക്ഷിച്ചു. ആദ്യമൊന്നും തന്റെ തനി സ്വഭാവം കാണിച്ച സോജൻ അതിന് തയ്യാറായില്ലെങ്കിലും സത്പ്രിയൻ ഒരുപാട് അപേക്ഷിച്ചപ്പോ പ്രിൻസിനെ പ്രിൻസിന്റെ അടുത്തു കൊണ്ടുപോയി ആക്കാൻ സോജൻ സത്പ്രിയനെ സഹായിക്കുകയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. വണ്ടിയുമായി സോജൻ മുമ്പോട്ട് ഓടിച്ചു പോയപ്പോ മദ്യലഹരിയിൽ പ്രിൻസ് സാറേ എന്ന് ഉറക്കെ വിളിച്ചിരുന്നു. കോൺസ്റ്റബിൾ അത് തെറിയായിട്ടായിരുന്നു കേട്ടത്. അതോടെ SIയോട് കോൺസ്റ്റബിൾ അത് പറഞ്ഞതും SI വണ്ടിയെടുത്ത് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പോലീസ് പിടിയിൽ പെടാതിരിക്കാൻ സോജൻ വണ്ടി വേഗത്തിൽ പായിച്ചു. പല വഴിയിലൂടെ കറങ്ങി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് മറിഞ്ഞു വീണു. ഉണ്ടായ കാര്യങ്ങളുടെ പേരിൽ സോജൻ സത്പ്രിയനോട് വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. പ്രിൻസിനെ അവിടെ ഉപേക്ഷിച്ച് വണ്ടി വന്ന് കേറടാ എന്ന് സോജൻ പറഞ്ഞെങ്കിലും പ്രിൻസിനെ അങ്ങനെ വിട്ടിട്ട് പോരാൻ സത്പ്രിയന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. സത്പ്രിയൻ സോജനോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ സോജൻ സത്പ്രിയനെ വീണ്ടും കുറ്റപ്പെടുത്തി. തന്റെ ഗതികേടും പൈസ കിട്ടാൻ വേണ്ടി ഇയാളുടെ കൂട്ടത്തിൽ പെട്ടുപോയതാണെന്നും സത്പ്രിയൻ സോജനോട് പറഞ്ഞപ്പോ ഇത് നീ തൊഴിലാക്കിയെടുത്തിരിക്കുകയാണല്ലേ എന്ന് മട്ടി സോജൻ സത്പ്രിയനെ പുച്ഛിച്ചു. പിന്നാലെ 10 ദിവസത്തിനുള്ളിൽ താൻ തന്ന പണവും പലിശയും കിട്ടണമെന്നും ഇല്ലെങ്കിൽ അവൻ കൊടുത്ത ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യും എന്നും സോജൻ ഭീഷണിപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് പോയി. സത്പ്രിയൻ പ്രിൻസിനടുത്തു വന്നിരുന്നു. ശേഷം പ്രിൻസിന്റെ ഒപ്പം ആ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ പ്രിൻസ് ഉണർന്നിരുന്നു. ആയിടം വീടിന് പരിസരത്തുള്ള പ്രദേശമായി പ്രിൻസിന് തോന്നി. സത്പ്രിയൻ എഴുന്നേറ്റപ്പോ എങ്ങനെ ഇവിടെ എത്തിയതെന്ന് പ്രിൻസ് ചോദിച്ചു. പോലീസ് ഓടിച്ചെത്തിയതാണെന്ന് പറഞ്ഞ സത്പ്രിയൻ പ്രിൻസിന്റെ പേഴ്സും ഫോണുമൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ധൃതി പിടിച്ച് പോവാൻ തിരക്കുകൂട്ടി. അതൊക്കെ ബോസിന് ഞാൻ ഗിഫ്റ്റ് തന്നതല്ലേ, പിന്നെന്തിനാ ബാഗിൽ വെച്ചേ എന്നായി പ്രിൻസ്. അതൊന്നും എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞ സത്പ്രിയൻ പ്രിൻസിനോട് ചോദിച്ച് ബസ് സ്റ്റോപ്പ് മനസ്സിലാക്കി ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്തേക്ക് നടന്നു. അമ്മയ്ക്കടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തണം എന്നേ സത്പ്രിയൻ ഉണ്ടായിരുന്നുള്ളൂ. പ്രിൻസ് സത്പ്രിയനൊപ്പം നടക്കാൻ തുടങ്ങി. ബോസ് എനിക്ക് 2 ദിവസം കൂടി തരോ, എത്ര കാശ് വേണേലും ഞാൻ അയച്ചു തരാം എന്ന് പ്രിൻസ് സത്പ്രിയനോട് പറഞ്ഞു. പക്ഷേ പൈസയൊന്നും വേണ്ട എന്നായിരുന്നു സത്പ്രിയൻ പറഞ്ഞത്. പ്രിൻസിന് സത്പ്രിയനെ സഹായിക്കാൻ പറ്റാത്തതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. അവർ മുമ്പോട്ട് നടക്കുന്നതിനിടയിൽ നടക്കാനിറങ്ങിയ പ്രിൻസിന്റെ അച്ഛന്റെ മുമ്പിൽ ചെന്നുപെട്ടു. പ്രിൻസിന്റെ കോലവും മറ്റും കണ്ട് പ്രിൻസിന്റെ അച്ഛൻ പ്രിൻസിനോട് ദേഷ്യപ്പെടാനും മറ്റും തുടങ്ങി. കൂട്ടത്തിൽ സത്പ്രിയനെയും കണ്ട് എല്ലാ തവണയും ഇവൻ പോയിട്ട് വരുമ്പോ ഇതുപോലെ ഓരോരുത്തരെ കൊണ്ടുവരും. നീയാണ് ഇവന്റെ അടുത്തുനിന്ന് പൈസ അടിക്കാൻ നടക്കുന്നേ, ഇനി നിന്നെ ഇവന്റെ കൂടെ കണ്ട പിടിച്ച് ഞാൻ പോലീസിലേപ്പിക്കും. അച്ഛന്റെ ആ വാക്കുകൾ സത്പ്രിയനെ വേദനിപ്പിച്ചിരുന്നു. അപ്പച്ചൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ലവൻ എന്ന് പ്രിൻസ് പറയാൻ നോക്കിയെങ്കിലും അത് മനസ്സിലായി. എന്റെ മോനെ കുറച്ച് നിലവാരമുള്ള ഒരുത്തനെ പോലും കിട്ടിയില്ലോടാ നിനക്ക് കൂട്ടുകൂടാൻ, ഓരോ ദിവസവും ഓരോരുത്തന്മാരും വിളിച്ചു വന്നോളും എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് പ്രിൻസിന്റെ അച്ഛൻ അവിടെ നിന്ന് പോയി. സത്പ്രിയൻ വേദനയോടെ ചിരിച്ച് നേരെ ബസ് സ്റ്റോപ്പിലെത്തി. പ്രിൻസ് പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാമില്ല, ദാ കാണുന്നതാ എന്റെ വീട്. പ്രിൻസ് വീട് ചൂണ്ടിക്കാണിച്ചു. സത്പ്രിയൻ നോക്കി. കൊട്ടാരം പോലുള്ള ഒരു വീട്, ആരും തന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്തതിലുള്ള ദുഃഖവും ആക്സിഡന്റിന് ശേഷം ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ കൂടെ കൊണ്ടു നടക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുമൊക്കെ പ്രിൻസ് എന്ന് സത്പ്രിയനോട് പറയുന്നുമുണ്ട്. സത്പ്രിയൻ പ്രിൻസിന്റെ വീട്ടിലേക്ക് നോക്കി പറഞ്ഞു, എന്താലേ ഉള്ളവരെത്രയൊക്കെ ചുറ്റിക്കറങ്ങിയാലും ഒടുവിൽ എത്തേണ്ടടുത്തെത്തും, ഇല്ലാത്തവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതെന്താണ് ബോസെ, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ ഈ ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ? അയ്യോ, കൂട്ടുകാരനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സത്പ്രിയൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചിടത്തോളം എന്ത് അടിപൊളി ജീവിതം നിങ്ങളുടേതെന്നറിയോ, നിങ്ങളും അത് മനസ്സിലാക്കി ജീവിക്കണോട്ടോ എന്ന് സത്പ്രിയൻ പ്രിൻസിനെ ഉപദേശിക്കുകയാണ്. എന്തുണ്ടായിരുന്നിട്ട് എന്താ കാര്യം ബോസ്, എനിക്ക് ബോസിനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ പ്രിൻസ് വേദനയോടെ പറഞ്ഞപ്പോ സത്പ്രിയൻ പറഞ്ഞു, അത് കുഴപ്പമില്ലെന്നേ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും ബസ് വന്നു. പ്രിൻസിനോട് യാത്ര പറഞ്ഞ് സത്പ്രിയൻ ബസ്സിൽ കയറി. സത്പ്രിയന്റെ മൊബൈൽ നമ്പർ പ്രിൻസ് ചോദിച്ചു വാങ്ങി. പിന്നാലെ അവന്റെ പേരും ചോദിച്ചു. പ്രിൻസ് തന്റെ പേരും പറഞ്ഞു. അപ്പോൾ മാത്രമായിരുന്നു പരസ്പരം അവർ പേരുകൾ പറയുന്നത്. ബസ് കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോ മിനിമോളുടെ ഫോൺ കോൾ സത്പ്രിയന്റെ ഫോണിലെത്തി. ബസ് നിർത്തിച്ച് സത്പ്രിയൻ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങി. പ്രിൻസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിന്റെ അടുത്തേക്ക് സത്പ്രിയൻ ഓടി വന്നു. സത്പ്രിയന്റെ കണ്ണുകൾ നിറഞ്ഞ് വല്ലാത്തൊരു ഭാവമുണ്ടായിരുന്നു. പ്രിൻസിനെ കെട്ടിപ്പിടിച്ച സത്പ്രിയൻ സന്തോഷത്തിന്റെയും കരച്ചിലിന്റെയും വക്കിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പെങ്ങളൂട്ടി വിളിച്ചിരുന്നു, അക്കൗണ്ടില് ഒരു 50,000 രൂപ വന്നെന്ന്. അത് കേട്ടതും പ്രിൻസിന് സന്തോഷം തോന്നി. ആണോ, എന്റെ വൈഫിട്ടതാ ബോസെ, ഞാൻ പറഞ്ഞില്ലേ അവൾ അടിപൊളിയാണ്, ആദ്യം നടഞ്ഞാലും നമ്മുടെ കൂടെയുണ്ട്, അതൊക്കെ നിൽക്കട്ടെ, ബോസ് പോയേ എന്ന് പറഞ്ഞ് പ്രിൻസ് സത്പ്രിയനെ പറഞ്ഞയച്ചു. സത്പ്രിയൻ തൃപ്തിയോടെയും സന്തോഷത്തോടെയും ബസ്സിലേക്ക് ഓടിക്കയറി. പ്രിൻസിനും വല്ലാത്തൊരു തൃപ്തിയും സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ടായിരുന്നു. ചിരിയോടെ വീട്ടിലേക്ക് നടക്കുന്ന പ്രിൻസിന്റെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അഡിയോസ് അമീഗോ എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർ
കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.